വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. അല്ലെങ്കിൽ ഇവിടത്തേക്കാളിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈഫ് ഒന്നും കൂടി സെറ്റിലാക്കാനും വേണ്ടിയിട്ട് എല്ലാവരും വിദേശത്തേക്ക് പോകണം. ഇങ്ങനെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പി ജിക്ക് PhD ക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നുണ്ട്. അപേക്ഷ നിങ്ങൾക്ക് ഈ ജാനുവരി 27 വരെയാണ് കൊടുക്കുക. കേരള സർക്കാരാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളി സ്കോളർഷിപ്പ് അല്ല. നിങ്ങൾക്ക് കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഈ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോൺ എടുക്കാം. ആ ലോണിന് വരുന്ന പലിശ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും. എന്നാലും പലിശ ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതിനുള്ള അപേക്ഷ ഈ ജനുവരി 27 വരെ നിങ്ങൾക്ക് കൊടുക്കാം. വെബ്സൈറ്റ് www.minorityWelfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലിക്കേഷൻ ഫോം കിട്ടും. ആ അപ്ലിക്കേഷൻ ഫോം വഴി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ അയക്കുക. അപ്പോൾ നിങ്ങളത് എടുക്കുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നായിരിക്കണം. അങ്ങനെ ആ ലോൺ എടുത്തതിൻ്റെ കിട്ടിയതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പലിശ ഇല്ലാതെ, ഇപ്പോൾ ഒരു വിദേശത്തേക്ക് നമുക്കൊരു കോഴ്സൊക്കെ പോയി പഠിക്കണമെങ്കിൽ 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷം 20 ലക്ഷമൊക്കെ ചിലവാകും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടച്ചു വരുന്ന സമയത്തേക്ക് നല്ല രീതിയിലുണ്ടാവും. ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് സബ്സിഡിയായി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പല ആളുകൾക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയതോ അല്ലെങ്കിൽ ഇങ്ങനെ സ്കോളർഷിപ്പിനെ കുറിച്ചോ അറിയില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.